പള്ളിയിൽ ക്രിസ്തുരൂപത്തിന് മുന്നിൽ പ്രാർത്ഥിച്ച് തിരിച്ചിറങ്ങിയപ്പോൾ കണ്ണുകൾ ഉടക്കിയത് അവളിലാണ്. വിരൽത്തുമ്പിൽ പിടിച്ചു നിന്ന കുഞ്ഞുകുട്ടി ശരിക്കും മെറിൻ്റെ ഫോട്ടോ കോപ്പി തന്നെ. തന്നെ നോക്കി പുഞ്ചിരിക്കുന്ന കോപ്പിയോട് അറിയുമോ എന്ന് ചോദിച്ചപ്പോൾ അവൾ നിഷേധാർത്ഥത്തിൽ തലകുലുക്കി. ശരിക്കും അമ്മയുടെ മകള് തന്നെ എന്ന് ഉള്ളിൽ ചിന്തിച്ചു. എന്തിനും പൊട്ടൻ കളിപ്പിക്കുന്ന തലകുലുക്ക്. 5-6 വർഷത്തിന് ശേഷം വീണ്ടും ഒരു കണ്ടുമുട്ടൽ. എവിടെടി കുട്ടിയുടെ തന്ത? ഇച്ചായൻ ലീവില്ലാത്തതിനാൽ വന്നില്ല. എൻ്റെ വിവാഹം കഴിഞ്ഞയാഴ്ചയായിരുന്നു. ഞാൻ അറിഞ്ഞിരുന്നു. ഒരു 5-6 വർഷം മുൻപ് ഇതേ സമയത്താണ് ഇങ്ങനെ തന്നെ ഒരു സന്ദർഭത്തിൽ നമ്മൾ രണ്ടാളും കാണുന്നത്. ഇതാരാമേ? ഇതാരാമേ? മോള് ചോദിച്ചപ്പോൾ അവൾ കണ്ണുരുട്ടുന്നത് കണ്ട് ചിരിയടക്കാനായില്ല. മോളുടെ അച്ഛനാകേണ്ടവൻ മനസ്സിൽ പറഞ്ഞു. ആകെ നനഞ്ഞ മുണ്ടിൻ്റെ അറ്റം പിഴിഞ്ഞ് തലമുടി പുടയുമ്പോഴാണ് പള്ളിക്കുള്ളിൽ നിന്നും മെറിൻ പുറത്തേക്ക് വന്നത്. തട്ടിത്തെറിപ്പിച്ച വെള്ളത്തുള്ളികൾ ശരീരത്തേക്ക് ചെന്ന് വീണതിൻ്റെ ദേഷ്യത്തിൽ എന്തോ പറയാൻ ആഞ്ഞപ്പോഴാണ് താൻ ഒരു സോറി പറഞ്ഞത്. എന്നെ ചീത്ത പറയാൻ തുടങ്ങുകയായിരുന്നോ? നിഷേധാർത്ഥത്തിൽ തലകുലുക്കി. അന്നു മുതൽ വിവാഹം വരെയും പേടിത്തൊണ്ടി ഇത് തന്നെയായിരുന്നു. ഇഷ്ടമാണെന്ന് ആ കണ്ണുകൾ 100 വട്ടം പറഞ്ഞിരുന്നു. പക്ഷേ വീട്ടുകാരോടുള്ള ഭയം, കുടുംബക്കാർ തന്നെ ഉപദ്രവിക്കുമോ ഇല്ലാതാക്കുമോ എന്നുള്ള ഉത്കണ്ഠ, അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ 2 വഴിക്ക് തിരിഞ്ഞു. ഞാൻ മരിക്കുവോളം ഇച്ചായൻ ജീവിച്ചിരിക്കണം, കാണുമ്പോൾ ചിരിക്കണം, അത്രയും മതി. മോൾ മെറിൻ്റെ കയ്യിൽ പിടിച്ച് തന്നെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു.